ഓക്കെ, അപ്പൊ എല്ലാവരും ജോയിൻ ആയിന്ന് കരുതുന്നു. ഇതാണ് മസിൽ ചാനൽ, ലങ്ങിന്റെ മസിൽ ചാനലാണ്. ക്ലിയർ ആയ? സ്ക്രീൻ കാണുന്നുണ്ടോ? അതിലെങ്ങനെയാണ് ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്? ഇവിടെ നിന്ന് തുടങ്ങിയിട്ട്, അതായത് നമ്മൾ പാത്ത് വേ പറയാണ്. ലങ്ങിന്റെ മസിൽ ചാനലിന്റെ പാത്ത് വേ എങ്ങനെയാണ്? ഏത് മസിൽ ചാനലിന്റെയും പാത്ത് വേ എപ്പോഴും എക്സ്ട്രിമിറ്റീസിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് ട്രങ്കിൽ അവസാനിക്കലാണ്. ഇത് നോക്കിക്കേ, ലങ്ങിന്റെ മസിൽ ചാനൽ പോയിരിക്കുന്നത് സെയിം ആ ഒരു ലങ് പ്രൈമറി ചാനലിന്റെ ആ ഒരു പാത്ത് വേയിൽ തന്നെയാണ്, പക്ഷെ അതിൽ മസിൽ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മസിൽ ചാനൽസിന്റെ എന്താണ്, നമ്മുടെ ഈ ചൂല് എങ്ങനെയാണ്, ചൂല് കൈ പിടിക്കുന്ന ആ ഭാഗത്ത് നമ്മൾ ചരട് വെച്ച് കൂട്ടി കെട്ടി വെക്കും അല്ലെ? അതുപോലെ തന്നെ ഈ മസിൽ ചാനൽസിൽ ബൈൻഡിങ് സ്പോട്സ് ഉണ്ട് ജോയിന്റ്സിൽ. മനസ്സിലായ? അതുകൊണ്ടാണ് മസിൽസിന് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, ടെൻഡൻസിനൊക്കെ പ്രശ്നം വരുന്ന സമയത്ത് ജോയിന്റ്സിന്റെ അവിടെ പ്രശ്നം വരാനുള്ള കാരണവും അത് തന്നെയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ബൈൻഡിങ് സ്പോട്സ് ഉണ്ട്. ഇതാണ് മസിൽ ചാനൽ. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പോ മസിൽ ചാനൽസിന്റെ പ്രത്യേകത എന്താണ്? പ്രൊട്ടക്ഷൻ ആണ് മെയിൻ. എങ്ങനെയാണ് മസിൽ ചാനൽസ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഒരടി കിട്ടിയാൽ അല്ലെ, ഉള്ളിലുള്ള ഓർഗാൻ ഇമ്പാക്ട് ഇല്ലാത്ത രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് മസിൽ ചാനൽസ് ആണ്. ശരിയല്ലേ? ഓക്കെ. എക്സ്ട്രിമിറ്റീസിൽ തുടങ്ങി ട്രങ്കിൽ വന്ന് അവസാനിക്കുന്നു. പക്ഷെ ഇവർക്ക് ഡയറക്റ്റ് ഓർഗാൻസ് ആയിട്ട് കണക്ഷൻ ഉണ്ടോ? ലങ് മസിൽ ചാനലിന് അല്ലെങ്കിൽ ലങ് സിന്യൂ ചാനലിന് ലങ് ഓർഗാൻ ആയിട്ട് കണക്ഷൻ ഉണ്ടോ? ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. അവർക്ക് ഇവിടെ പ്രൊട്ടക്ഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഡയഗ്നോസിസിൽ മസിൽ ചാനൽസിലൂടെ നമുക്ക് വേറെ എന്തിനൊക്കെ ഉപയോഗിക്കാം? ഡയഗ്നോസിസ് പാർട്ടിൽ ഉപയോഗിക്കാം. മസിൽ ചാനൽസിലാണ്. നിങ്ങൾ ആഷി പോയിന്റ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ആഷി പോയിന്റ്സ്? നമ്മള് തൊടുമ്പോ പെയിനുള്ള പോയിന്റ്സിനെയാണ് ആഷി പോയിന്റ്സ് എന്ന് പറയുന്നത്. ആഷി പോയിന്റ്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എവിടെയാണ്? മസിൽസിലാണ്. മസിൽ ചാനലിലാണ് ആഷി പോയിന്റ്സ് ഉള്ളത്. സ്പെസിഫിക് പോയിന്റ്സ് ഇല്ല. സ്പെസിഫിക് പോയിന്റ്സ് മെറിഡിയൻ ആക്യുപങ്ചർ പോയിന്റ്സ് എന്തിനേ ഉള്ളൂ? പ്രൈമറി ചാനൽസിനേ ഉള്ളൂ. ലോ കണക്റ്റിംഗ് ചാനലിന്റെ ചാനൽ തുടങ്ങുന്ന സ്ഥലം അതിന്റെ ടാർഗറ്റ് ഏരിയയാണ്, പോയിന്റ് ആയിട്ട് പറയുന്നില്ല. ഓക്കെ, ഏരിയ ആയിട്ട് പറയുന്നില്ല. ലോ കണക്റ്റിംഗ് പോയിന്റ് ആയിട്ട് പറയുന്നുള്ളൂ. പിന്നെ നമ്മൾ മസിൽ ചാനലിൽ വരുമ്പോൾ മസിൽസ് ആണ്, അതായത് ആ പാത്വേ പോകുന്നതിന്റെ മുകളിലുള്ള മസിൽസിനെ ഉൾപ്പെടുത്തി പറയുന്നതാണ് മസിൽ ചാനൽസ്. അതെന്തിനാണ്? പ്രൊട്ടക്ഷൻ ആണ്. അതിന് ആരാ നറിഷ്മെന്റ് കൊടുക്കുന്നത്? പ്രൈമറി ചാനൽസിൽ നിന്ന് കിട്ടുന്ന ചീയും ബ്ലഡും ഒക്കെയാണ് മസിൽസിന് നറിഷ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ അവിടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ആഷി പോയിന്റ്സ് നോക്കിയിട്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ല? എഴുതാണോ? ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആയി. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? മൈന്യൂട്ട് കൊളാറ്ററൽസ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയനെ. പ്രൈമറി ചാനൽസിൽ നിന്നും കുറച്ച് അകലെയുള്ളത് കണക്റ്റിംഗ് ചാനൽ, അതിൽ നിന്നും കുറച്ച് അകലെയുള്ളത് മസിൽ ചാനൽ, അതിൽ നിന്നും കുറച്ച് അകലെ വരുന്നത് മൈന്യൂട്ട് കൊളാറ്ററൽസ്. നമ്മുടെ സ്കിന്നിനടിയിലുള്ള നേരിയ ഞരമ്പുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. അതിന് പ്രത്യേകിച്ച് മാപ്പ് ചെയ്തിട്ടില്ല. ഓവറോൾ ബോഡിയിൽ അതിങ്ങനെ കെട്ടുപിണഞ്ഞ് പരസ്പരം കണക്ട് ആയി കിടക്കുന്നതാണ്. നമ്മള് ഡീപ്പ് നീഡ്ലിങ് ചെയ്താലും അല്ലെ,
നമ്മള് ഇപ്പൊ പലരും പല രീതിയിൽ ചെയ്യുന്നവരായിരിക്കും ഇവിടെ, ഇല്ലേ? ഇപ്പൊ ഇവിടെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരിൽ പലരും പല രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യണവരാണ്. ചിലവരെന്ത് ടച്ച് ചെയ്യേ ഉള്ളൂ, ചിലവര് സുജോക്ക് നീഡിലിന്റെ തുമ്പ് മാത്രം ഒന്ന് തൊടിയിക്കും, നീഡിൽ ഇട്ടു എന്ന് പറയാൻ. ചിലവര് സുജോക്ക് നീഡിൽ ഫുള്ളായിട്ട് കയറ്റും, ചിലവര് 3 ചുൺ നീഡിൽ കയറ്റാൻ അറിയുന്നവർ അതും ചെയ്യും. പക്ഷെ റിസൾട്ട് എല്ലാവർക്കും കിട്ടാറുണ്ട്, ശരിയല്ലേ? എന്തുകൊണ്ട്? കാരണം നമ്മള് തൊടുമ്പോ നമ്മൾ തൊടുന്നത് ക്യൂട്ടേനിയസ് റീജിയൻ, അവിടെ ചാനലുണ്ട്. ആ ചാനൽ വഴി ഇന്റേണൽ പ്രൈമറി ചാനലിലെത്തും, പ്രൈമറി ചാനലിലൂടെ ഓർഗാനിൽ കണക്ട് ആകും. ഇനി സുജോക്ക് നീഡിൽ ഇടുന്ന ആള് മൈന്യൂട്ട് കൊളാറ്ററൽസിലാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. കംപ്ലീറ്റ് ബോഡി കണക്റ്റഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു വല പോലെ. അത് ഏതെങ്കിലുമൊക്കെ വഴിക്ക് ചെന്നിട്ട് ഈ പറയുന്ന പോലെ പ്രൈമറി ചാനലിൽ ചെന്നിട്ട് റിസൾട്ട് ഉണ്ടാക്കും. മനസ്സിലാവുന്നുണ്ട്? ഡീപ്പ് നീഡ്ലിംഗ് ചെയ്യുമ്പോൾ എന്താണ്, ഡയറക്റ്റ് പ്രൈമറി ചാനലിൽ ചെന്ന് മുട്ടുന്നു, ശരിയല്ലേ? നെക്സ്റ്റ് ക്യൂട്ടേനിയസ് റീജിയൻ, ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ക്യൂട്ടേനിയസ് റീജിയൻ ഇൻക്ലൂഡിങ് സ്കിൻ. സ്കിന്നാണ് ക്യൂട്ടേനിയസ് റീജിയൻ. TCMല് സ്കിന്നിനെ പറ്റി പറയുന്നുണ്ട്, ക്യൂട്ടേനിയസ് റീജിയൻ എന്നാണ് പറയുന്നത്, അല്ലേ? ക്യൂട്ടേനിയസ് റീജിയൻ നമുക്ക് എന്തിനൊക്കെയാണ്? ക്യൂട്ടേനിയസ് റീജിയൻ അല്ലെങ്കിൽ ആ ചാനൽസ് ക്യൂട്ടേനിയസ് റീജിയൻ മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. കംപ്ലീറ്റ് ബോഡീനെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നു, ശരിയല്ലേ? അസുഖം അറ്റാക്ക് ചെയ്യുന്നത് സ്കിന്നിലൂടെ ചാനലിനെ അറ്റാക്ക്, സ്കിന്നിലുള്ള ചാനലിനാണ് ഫസ്റ്റ് എക്സ്റ്റേണൽ അറ്റാക്ക് നടക്കുന്നത്, ശരിയല്ലേ? ഓ, പിന്നെ ഇനി അങ്ങനെ അറ്റാക്ക് നടന്നു, അസുഖമായാൽ സ്കിന്നിൽ നമുക്കത് കാണാൻ പറ്റും, അല്ലേ? ഡയഗ്നോസിസ് പാർട്ട്. നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് സ്കിന്നിലൂടെയാണ്. ഇനി നീഡിലല്ല, സ്കിന്നിലൂടെ നമുക്ക് അല്ലാതെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ലേ? സ്കിന്നിൽ നമ്മൾ മരുന്ന് പുരട്ടിയാൽ അത് ഇന്റേണൽ ഓർഗാൻ വരെ എഫക്റ്റ് ആകും. ആർക്കെങ്കിലും അതിൽ എതിരഭിപ്രായം ഉണ്ടോ? സ്കിന്നിൽ മരുന്ന് പുരട്ടിയാൽ ഇന്റേണൽ ഓർഗാൻ, TCMല് ഹെർബൽ മെഡിസിനില്, ചൈനീസ് മെഡിസിനില് സ്കിന്നില് എല്ലിനെ ബലപ്പെടുത്താൻ സ്കിന്നില് മരുന്ന് കൊടുക്കും, അറിയാമോ? സ്കിന്നിൽ തേക്കാൻ മരുന്ന് കൊടുക്കും, എല്ലിന് ബലം കൊടുക്കാൻ, എല്ലിന്റെ ട്രീറ്റ്മെന്റ്, അറിയോ? അപ്പൊ എങ്ങനെ ട്രീറ്റ്മെന്റ് നടക്കും? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ജോക്കലൊക്കെ ചെയ്യുന്നതാണോ ഉദ്ദേശിക്കുന്നത്? ഓ ഓ ജോക്കലൊക്കെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണോ മാം ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, മരുന്ന് പുരട്ടുന്നത്. ശരി ശരി. തലവേദനയ്ക്ക് വിക്സ് വരുത്തുന്ന പോലെയാണോ മാം? വിക്സ് പുരട്ടുന്നത് പോലെ, അതിനേക്കാളും എഫക്റ്റ് ആയിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം. എന്താണ്, വെളുക്കാൻ ക്രീം ഉപയോഗിച്ചിട്ട് കിഡ്നിക്ക് അസുഖം വന്നത് അറിയുന്നുണ്ടോ? ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ന്യൂസ് ആയതാണ് ഇടക്ക്. അത് ന്യൂസ് കേട്ടായിരുന്നു. കണ്ടിരുന്നു വാർത്തകളിൽ. സ്കിന്നില് പുരട്ടി എവിടെ എഫക്ട് ചെയ്തു? കിഡ്നിക്ക് എഫക്ട് ചെയ്തു, അല്ലേ? അതായത് സ്കിന്നിൽ മരുന്ന് പുരട്ടി നമുക്ക് ഇന്റേണൽ ഓർഗാൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കാം. ചൈനീസ് ഹെർബൽ മെഡിസിനിൽ അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയ? ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ നമ്മള് പ്രൈമറി ചാനൽ മുതൽ സ്കിന്ന് വരെ എത്തി, അല്ലെ? എല്ലാ ക്ലാസ്സും ഇതുപോലെ കേട്ടാ. ഓ, സ്കിന്നില് പുരട്ടിയപ്പോ കിഡ്നിക്ക് ഇങ്ങനെ ബാധിക്കുന്നത് നമ്മളെ ബാധിക്കും. അതായത് ചാനൽസ്, ക്യൂട്ടേനിയസ് റീജിയനിലെ ചാനൽസ്, അതുവഴി അത് ലോ കണക്റ്റിംഗ് ചാനലിലെത്തും, ലോ കണക്റ്റിംഗ് ചാനലിൽ നിന്ന് പ്രൈമറി ചാനലിലെത്തും, പ്രൈമറി ചാനലിൽ നിന്ന് ഇന്റേണൽ ഓർഗാനിലെത്തും. കണക്ഷൻ ഉണ്ട്. ചാനൽസ് വേറെ, ഇന്റേണൽ ഓർഗാൻസ് വേറെ അല്ല, എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ഒരു ചാലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്ന. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ല? നൗഫൽ സാറിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നൗഫൽ സാറേ, കിഡ്നിയെ മാത്രം ബാധിച്ചു എങ്ങനെയാണ്? അത് കിഡ്നീനെ ബാധിച്ചു, അത്രേ ഉള്ളൂ.
ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് മാം, അതായത് കരപ്പന് ചികിത്സിച്ചിട്ട് സ്കിന്നില് മെഡിസിൻ തേച്ചിട്ട് അത് ലങ്ങിനെ ബാധിച്ചു എന്ന് ബാധിക്കും. കേട്ടിട്ടുണ്ട്. ആസ്മയായി തീർന്നു എന്ന് ആ കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറയാം. അത് തന്നെ ഇതെല്ലാം നെഗറ്റീവ് സൈഡാണ് നമ്മൾ കണ്ടത്. പോസിറ്റീവ് സൈഡ് ഈ പറയുമ്പോൾ സ്കിന്നിൽ മരുന്ന് ഉപയോഗിച്ച് നമുക്ക് ഇന്റേണൽ ഓർഗൻസിനെ ട്രീറ്റ് ചെയ്യാനും പറ്റും. ചൈനീസ് ഹെർബൽ മെഡിസിനിൽ അത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ മരുന്നില്ലാത്ത ചികിത്സയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളീ കുഴമ്പും തൈലൊക്കെ തേക്കുന്നത് അങ്ങനെ അതിൽ തേക്കുന്നുണ്ട് പെടുമോ? തേക്കുന്നുണ്ട്. അത് എനിക്ക് ആയുർവേദത്തിനെ പറ്റി എനിക്ക് വലുതായിട്ടൊന്നും അറിയൂല. പക്ഷെ നമ്മൾ ഈ ഇതൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും ശരിക്കും നമ്മുടെ ആയുർവേദം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ശരിക്കും പറയാൻ ഭയങ്കര സംഭവമായിട്ടുള്ള ഇതാണ്. എനിക്ക് അധികം ആയുർവേദത്തിനെ പറ്റി അറിയില്ല. പക്ഷെ നമ്മൾ കേട്ടെടുത്തോളം അറിഞ്ഞെടുത്തോളം ഹെർബൽ മെഡിസിൻ, ചൈനീസ് ഹെർബൽ മെഡിസിൻ പോലെ തന്നെ നമുക്ക് ആയുർവേദം ഉണ്ട്. അതെ, കാലും കൈയൊക്കെ ഇങ്ങനെ ഫ്രാക്ചർ ഒക്കെ വന്ന പണ്ടൊക്കെ മരുന്ന് വെച്ച് കെട്ടുകയല്ലേ ചെയ്യാ. ഇപ്പോഴും മരുന്ന് വെച്ച് കെട്ടുന്നവരുണ്ട് കേട്ടാ. എനിക്ക് നേരിട്ട് അറിഞ്ഞൂടാ, ഞാൻ കേട്ടിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ ചിന്തിക്കാം നമുക്ക്. അപ്പൊ അതവിടെ കഴിയാം, അവിടെ നിർത്താം. ഇതിപ്പോ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനെ പറ്റിയിട്ടൊന്നും പോവാത്തതും. പിന്നെ പ്രൈമറി ചാനൽസിന് ഇനി താഴേക്ക് വരികയാണെങ്കിലോ, ഡീപ്പ് ലുവോ കണക്ടിങ് ചാനൽസ്. ലുവോ കണക്ടിങ് ചാനൽ തന്നെ കുറച്ച്, അതായത് പ്രൈമറി ചാനലിന്റെ സൂപ്പർഫിഷ്യൽ പുറം ഭാഗത്തും അകത്തേക്കും ഇങ്ങനെ ഒരു ഹോസ് പോലെ കരുതാണെങ്കിൽ എന്താണ് ചാനൽ, ഒരു പ്രൈമറി ചാനൽ ഒരു ഹോസ്, അതിന്റെ ഹോസ് ആണ്. അതിന്റെ പുറമേ ഉള്ള വേറൊരു കവറിങ് ലുവോ കണക്ടിങ്. അത് ഒരെണ്ണം എങ്ങനെയായിരിക്കും, സൂപ്പർഫിഷ്യൽ സ്കിന്നിന്റെ നേരെ ആയിരിക്കും, ഒരെണ്ണം ഉള്ളിലേക്ക് കയറിയിട്ടായിരിക്കും, ഡീപ്പായിരിക്കും. സൂപ്പർഫിഷ്യൽ കണക്ടിങ് ചാനൽ ഉണ്ട്, ഡൈവേർജൻ ചാനൽ ഉണ്ട്. ഡൈവേർജൻ ചാനൽ എന്താണ് പറയാമോ ആർക്കെങ്കിലും? എന്താണ് ഡൈവേർജൻ ചാനൽ? ഡൈവേർജൻ ചാനൽ വേഗം പറ. എന്താണ് ഡൈവേർജൻ ചാനൽ? ക്യാമറ ഓൺ ആക്കിക്കണോ? അതെന്താ അറിയില്ല. നോട്ടിൽ കാണുന്നില്ല. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നോ? പ്രൈമറി കഴിഞ്ഞിട്ട് ലോ കണക്ടിങ് ആണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അല്ല, ഈ കഴിഞ്ഞ ക്ലാസ്സിലല്ല, അതിനു മുമ്പത്തെ ചാനൽ തിയറിയിലെ ക്ലാസ്സില് ആമിന മാഡം ഉണ്ടായതല്ലേ? ആമിന മാഡം, ആമിന മാഡം, അതായത് ഇതൊരു പുഴയാണ്. ഇനിയിപ്പോ ഞാനിത് ഇതിന് സാഹസത്തിന് വീണ്ടും മുതിരണ കേട്ടാ. വൈറ്റ് ബോർഡ്. കാണുന്നുണ്ടോ? ബോർഡ് കാണുന്നുണ്ടോ? യെസ് കണ്ട്. ഇതൊരു പുഴയാണ്, നമ്മുടെ പ്രൈമറി ചാനലാണ്. അത് വേണ്ട, ഇത് നമ്മുടെ പ്രൈമറി ചാനലാണ്. ഓക്കെ, പ്രൈമറി ചാനൽ ഇങ്ങനെ ഒഴുകുന്നിടത്ത് നിന്ന് ഇത് പുഴയാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതെന്താണ്? ഗ്രൗണ്ട് ആണ്, പുഴയുടെ അടിയിലുള്ള ഭാഗമാണിത്. ഓക്കെ, പുഴയിലെ ചില ഭാഗങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലേ, താഴോട്ടൊരു ഡീപ്പായിട്ട് എന്തുണ്ടാകും, ഒരു ഒഴുക്കുണ്ടാവും. ഈ ലുവോ കണക്ടിങ് വഴി മാറി താഴത്തേക്ക്, മറ്റേതെന്ന് പറയാൻ ഭൂമിയുടെ മുകളിൽ കൂടെ തന്നെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഡൈവേർജൻ ചാനൽസ് എന്താണ്? വഴി മാറി ഒഴുകുന്നത് എങ്ങോട്ട് ഒഴുകും? ഭൂമിയുടെ അടിയിലേക്ക്, കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഒഴുകും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു പുഴ, ഇതൊരു റിവർ. മനസ്സിലായ? ആരും ഒന്നും മിണ്ടാത്ത എന്താണ്? മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് ഈ പുഴ ഇങ്ങനെ താഴത്ത് വേറൊരു വഴി മാറി ഒഴുകിയിട്ട് ഒരു ടൈം കഴിയുമ്പോ അത് എന്ത് ചെയ്യും? ആ പുഴയോട് തന്നെ വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് കൂടിച്ചേരും. മനസ്സിലാവുന്നുണ്ടോ?
ഹലോ, ഇതിനെയാണ് ഡൈവേർജൻ ചാനൽ എന്ന് പറയുന്നത്. ഡൈവേർജൻ എവിടെ ചാനൽ ചെന്ന് അവസാനിക്കുന്ന പറഞ്ഞ എവിടെ ചെന്ന് അവസാനിക്കും എന്ന് വഴി മാറി പറഞ്ഞിട്ടില്ല. വഴി മാറി എങ്ങോട്ടാണ്? ഭൂമിയുടെ അടിയിലേക്ക് പോകുന്നത് പോലെ നമ്മുടെ പ്രൈമറി ചാനൽസിൽ നിന്നും താഴേക്ക് വഴി മാറി ഒഴുകിയിട്ട്, അല്ലെ, ഒരു കൈവഴിയായിട്ട് ഒഴുകിയിട്ട് വേറൊരു സ്ഥലത്ത് ചെന്നത് കൂട്ടിമുട്ടും. ഇതിപ്പോ ഞാൻ സെയിം റിവറിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഡൈവേർജൻ ചാനൽ. അതിന്റെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ ലോ കണക്ടിങ് ചാനല് ഡീപ്പ് അതെവിടെയാ ലോ വരുന്നത്? കണക്ടിങ് ചാനൽ തന്നെ ഡീപ്പ് ചാനൽ ആണ്. പക്ഷെ അത് എങ്ങനെയാ പറയാ, ഇത് ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് ലോ കണക്ടിങ് ചാനൽ ആയിട്ടുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഇതും എനിക്ക് ഒരു തരത്തിൽ പറഞ്ഞ ഇതിൽ ലോ കണക്ടിങ് ചാനലിന്റെ ആ ഒരു രൂപത്തിൽ തന്നെ വരും. ഇത് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഡൈവേർജന്റ് ആയിരിക്കും. ഇതിന്റെ പാത്വേ എപ്പോഴും എങ്ങനെയായിരിക്കും? നമ്മൾ ഈ മസിൽ ചാനലിന്റെ പാത്വേ പറഞ്ഞ പോലെ ആയിരിക്കും. എങ്ങനെയാണ്? എക്സ്ട്രിമിറ്റീസിൽ കഴുത്തിന്റെ ഭാഗത്ത് വന്നിട്ട് അവസാനിക്കുന്ന സ്പെഷ്യൽ ചാനൽസ്, സ്പെഷ്യൽ കണക്ടിങ് ചാനൽസ് ആണ് ഡൈവേർജൻ ചാനൽസ്. അത് ഡീപ്പായിരിക്കും, അകത്തേക്കായിരിക്കും. ഇപ്പൊ ക്ലിയർ ആയ? ക്ലിയർ ആയ? ഇല്ല? ഇല്ല, ഒന്നും കൂടി പറഞ്ഞേ. അതായത് ലോ കണക്ടിങ് ചാനൽ എന്തെന്നാണ്? നമ്മളൊരു പുഴ കണ്ടു, ശരിയല്ലേ? ആ പുഴയില് നമ്മൾ ഇമാജിൻ ചെയ്യുക, ആ പുഴയിൽ വഴി മാറി ഒഴുകി വേറെ പുഴയിലേക്ക് ചെന്ന് മുട്ടുന്നു, ശരിയല്ലേ? അതെല്ലാം yes. എവിടെയാ നടക്കുന്നത്? കരയുടെ മുകളിൽ തന്നെയാണ് നടക്കുന്നത്. ഡൈവേർജൻ ചാനൽ എന്ന് പറയുന്നത് ഭൂമിയുടെ അടിയിലേക്ക്, അതായത് പുഴയ്ക്ക് വഴി തെറ്റി പോകുന്നത് സൈഡിലേക്കല്ല, താഴേക്കാണ്, ഭൂമിയുടെ ഉള്ളിലേക്കാണ്. നമുക്ക് കാണാൻ പറ്റില്ല അത് എങ്ങോട്ടാ പോയേക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? എന്നിട്ട് അതങ്ങനെ ഒഴുകി ഭൂമിയുടെ അടിയിൽ ഒരു പുഴയുടെ ഒരു ഒഴുക്കുണ്ടാവും. എന്നിട്ട് അത് ഒഴുകി വന്നിട്ട് കഴുത്തിന്റെ സൈഡിലുള്ള അതിന്റെ തന്നെ ചാനലിൽ വന്ന് മുട്ടും. ഇൻ ചാനൽസ് ആണെങ്കിൽ അതിന്റെ യാങ് ചാനലിൽ വന്ന് മുട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇല്ല? സ്റ്റൊമക് 40 എന്തിനു ഉപയോഗിക്കുന്നതാണ്? കഫത്തിനെ ഉപയോഗിക്കുക. എമ്മിനെ കളയാൻ വേണ്ടി അല്ലെങ്കിൽ കഫത്തിനെ കൊക്കിക്കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോയിന്റ് ആണ് സ്റ്റൊമക് 40. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൊമക് 40യിൽ നിന്നല്ല, ആ ഏരിയയിൽ നിന്നും ഡൈവേർജൻ ചാനൽ ഉടലെടുക്കുന്നുണ്ട്. അത് ലങ്ങിലൂടെ പോയിട്ടാണ് മുകളിൽ വന്നിട്ട് സ്റ്റൊമക് ചാനലിനോട് വീണ്ടും കൂടി ചേരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് നമുക്ക് സ്റ്റൊമക് 40 വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കഫം കൊക്കി കളയാനായിട്ട്. സ്റ്റൊമക് 40 ലങ് എവിടെ ഇരിക്കുന്നു? ST40 എവിടെ ഇരിക്കുന്നു? കാലിലിരിക്കുന്നു. നമ്മൾ പക്ഷെ ആ പോയിന്റ് ആയിട്ടുള്ള കണക്ഷൻ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഡൈവേർജൻ ചാനലിന്റെ പാത്വേ ആണ് അതിന്റെ കാരണം. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെയാണ് ലിവർ 5. അതൊന്നുകൂടെ പറയാവോ? ആ സെന്റൻസ് ഒന്നുകൂടെ പറയാവോ? അതായത് ചില ഡൈവേർജൻ പോയിന്റ്സിന്റെ ഫങ്ഷൻസ് അറിയണമെങ്കിൽ നമുക്ക് ഈ ഡൈവേർജൻ ചാനലിന്റെ പാത്വേ കൂടെ അറിയണം. മനസ്സിലാവുന്നുണ്ടോ? ഈ സ്റ്റൊമക് 40യിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു ഡൈവേർജൻ ചാനല് മുകളിലേക്ക് പോയിട്ട് നമ്മുടെ ഇന്റേണൽ ഓർഗാൻസിനെയൊക്കെ കണക്ട് ആവുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനമായിട്ടും ലങ്ങിനെ കണക്ട് ആയി കഴിഞ്ഞതിന് ശേഷമാണ് വേറൊരു സ്ഥലത്ത് ചെന്ന് സ്റ്റൊമക് ചാനലിൽ വന്ന് കൂടിച്ചേരുന്നത്. അതുകൊണ്ടാണ് സ്റ്റൊമക് 40 നമ്മൾ എന്തിനു ഉപയോഗിക്കും? സ്റ്റൊമക് 40 കറക്റ്റ് സ്റ്റൊമക് 40 എന്നല്ല പറയുന്നത്, അതിന്റെ ഏരിയ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലിവർ 5ന്റെ അടുത്ത് നിന്ന് തുടങ്ങുന്ന ഡൈവേർജൻ ചാനൽ നേരെ പോയിട്ട് മനുഷ്യന്റെ ജെനിറ്റൽ ഏരിയ ഇങ്ങനെ ചുറ്റിയിട്ടാണ് അത് മുകളിൽ ചെന്നിട്ട് ഗോൾ ബ്ലാഡർ ചാനലിൽ എത്തുന്നത്. അത് ആ ജെനിറ്റൽ ഏരിയയിൽ ആ ചുറ്റുന്നത് കൊണ്ട് തന്നെ ഈ ജെനിറ്റൽ ഏരിയ, വജൈനൽ ഇച്ചിങ്, വജൈനൽ ഡിസ്ചാർജ്, സ്ക്രോട്ടൽ ഏരിയയിൽ ഇച്ചിങ്, എന്ത് പ്രശ്നം, ആ ഭാഗത്ത് എന്ത് പ്രശ്നം വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ലിവർ 5 ഉപയോഗിക്കാം. കാരണം ലിവർ ചാനലിന്റെ ഡൈവേർജൻ പാത്വേ അങ്ങനെയാണ്. ആ പാത്വേ അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ്
ലിവർ 5നെ നമുക്ക് ജെനിറ്റൽ ഏരിയയിൽ നമ്മൾ സ്പെസിഫിക് പോയിന്റ് ആയിട്ട് പറയുന്നത്. ലോ കണക്റ്റിംഗ് ചാനലിലും പറയും നമ്മളത്. മനസ്സിലായോ? അങ്ങനെയുള്ള ഓക്കെ ആ മനസ്സിലായി. എല്ലാ അതാണ് ചാനലിലും ഡൈവേർജൻ. യെസ്, എല്ലാ ചാനലിനും ഉണ്ട് ഡൈവേർജൻ ചാനൽസ്. അതിന്റെ പാത്ത് വേ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, പക്ഷെ ലൊക്കേഷൻ പോയിന്റ് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. അത് നമ്മൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിലുള്ള പോയിന്റ് ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ആ പോയിന്റ് ഈ ഒരു റിസൾട്ട് തരുന്നു എന്നത് അറിയണമെങ്കിൽ നമുക്ക് ഡൈവേർജൻ ചാനലിന്റെ പാത്ത് വേ പഠിക്കണം. ഓക്കെ. ഓക്കെ. ഓക്കെ മാം. അടുത്തത് അങ്ങനെ ഡൈവേർജൻ ചാനൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ മാം കുറച്ചും കൂടെ ഉള്ളിലേക്ക് വരുമ്പോൾ 8 എക്സ്ട്രാ ഓർഡിനറി വെസൽസ്. എന്താണ് ഈ 8 എക്സ്ട്രാ ഓർഡിനറി വെസൽസ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു കുഴി പോലെ മാം പറഞ്ഞല്ലോ, അതിൽ വെള്ളം യെസ്, അതിലിങ്ങനെ പറഞ്ഞോ പറഞ്ഞോ. എപ്പോഴും അതായത് നമ്മളൊരു വയലിലൊക്കെ നിറയെ എന്താ പറയാ, വർഷകാലത്ത് നിറച്ചും വെള്ളം ഉണ്ടാവും, പക്ഷെ അത് വേനൽക്കാലൊക്കെ ആകുമ്പോഴേക്ക് വറ്റുമ്പോൾ ചില കുഴികളിൽ എന്നും വെള്ളം കാണും. അതല്ലേ? ഞാൻ അത് അങ്ങനല്ലേ? പറഞ്ഞതിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അത് തന്നെ കോൺസെപ്റ്റ് മാഡത്തിന് മനസ്സിലായിട്ടുണ്ട്. അതായത് അതെ. പണ്ടുള്ളവർ, അതായത് എന്താണ് അതിനെപ്പറ്റി ഒരു പാസേജ് വരുന്നത് ഇങ്ങനെയാണ്. പണ്ടുള്ളവർ കൃഷി ചെയ്യുന്ന സമയത്ത് അവര് വലിയ വലിയ കുഴികളില്ലേ നിർമ്മിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? കൂടുതൽ മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കം വന്ന് കൃഷി നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ വെള്ളം കൂടുമ്പോൾ അതെന്ത് ചെയ്യും? ആ കുഴിയിലേക്ക് ഒഴുകി ചെല്ലും. മനസ്സിലാവുന്നുണ്ടോ? സൈലന്റ് ആയിട്ട് ഇരിക്കുന്നവരെയൊക്കെ ഞാൻ ശരിയാക്കി തരാട്ടോ. ഞാൻ മാത്രം കിടന്ന മനസ്സിലായി. ഞാൻ മാത്രം കിടന്ന ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? അപ്പൊ കുഴിയിലേ ചെന്ന് വീഴുന്നു. ആ വെള്ളം അതിനുശേഷം വേനലൊക്കെ ആവുന്ന സമയത്ത് കൃഷി സ്ഥലത്തേക്ക് വെള്ളം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കുഴിയിൽ നിന്ന് വെള്ളം കോരി നമുക്ക് എന്ത് ചെയ്യും? കൃഷി സ്ഥലത്തേക്ക്, അതായത് ആവശ്യമുള്ളപ്പോൾ അതിലേക്ക് കൂടുതലാകുമ്പോൾ അതിൽ കൊണ്ടുപോയി റിസർവ് ചെയ്ത് വെക്കുകയും ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്നു. ഈ വെള്ളത്തിന് പകരം ഈ പറയുന്ന കുഴികളെയാണ് നമ്മൾ എക്സ്ട്രാ ഓർഡിനറി വെസൽസ് എന്ന് പറയുന്നത്. അവർക്ക് സ്വന്തമായിട്ട് പോയിന്റ്സ് ഇല്ല. ക്ലിയർ ആവുന്നുണ്ടോ? അവർക്ക് സ്വന്തമായിട്ട് പോയിന്റ്സ് ഇല്ല. സ്വന്തമായിട്ട് പോയിന്റ് ഉള്ള 2 എക്സ്ട്രാ ഓർഡിനറി വെസൽസ് ആണ് റെന്നും ഡൂവും. അതുകൊണ്ടാണ് നമ്മൾ 12+ എക്സ്ട്രാ മെറീഡിയൻസ്, അല്ലെങ്കിൽ റെന്നും ഡൂവും എക്സ്ട്രാ മെറീഡിയൻസ് എന്ന് പറയേണ്ട കാര്യമില്ല. അവരെ മെറീഡിയൻസ് എന്ന് പറയാൻ തന്നെ കാരണം എന്താണ്? അവർക്ക് സ്വന്തമായിട്ട് റൂട്ട് എന്താണ് പോയിന്റ്സ് ഉണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും എന്താ ചെയ്യുന്നത്? മറ്റുള്ള ചാനൽസിലെ പോയിന്റ്സിനെ കോമൺ ആയിട്ട് ഷെയർ ചെയ്യലാണ് ചെയ്യുന്നത്. ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒരു കൃഷി സ്ഥലം, അതിന്റെ നടുവിലൂടെ ഇങ്ങനെ ചെറിയ കനാല് പോലെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ ഈ കനാലുകൾ പരസ്പരം കണക്ട് ചെയ്യുന്ന രീതിയിൽ വലിയ വലിയ കുഴികളുണ്ട്, വെള്ളക്കെട്ടുകളുണ്ട്. അതായത് കുളമാ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണക്കാക്കുക. മനസ്സിലായ? അതായത് ആ ഒരു കുളം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വഴിയായിട്ട്, ഒരു കനാലായിട്ട് കണക്ട് ആകുന്ന ഒരു പോയിന്റ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? റെന്നിൽ അത് ഏതാണ്? ലങ്സ്. അത് ഗേറ്റ് ആണെന്ന് പറയാം നമുക്ക്. ആ ഗേറ്റ് തുറന്നു കൊടുക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും? ചീക്ക് ഫ്ലോ ചെയ്യാൻ പറ്റും. 17 അല്ലേ മനസ്സിലാവുന്നുണ്ടോ? മാം? ഓ 17 അല്ലേ പറഞ്ഞത്? ഓർക്കുന്ന അങ്ങനെ തോന്നുന്നുണ്ട്. ഇല്ല. മാസ്റ്റർ പോയിന്റ്, റെൻ മെറീഡിയന്റെ മാസ്റ്റർ പോയിന്റ് ലങ് 7 ആണ്. യുവാൻസോസ് പോയിന്റ് വല്ലതായിരിക്കും ഞാൻ പറഞ്ഞത്. യുവാൻസോസ് പോയിന്റ് അല്ല ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അതായത് കണക്ഷൻ ആണ്. എന്നിട്ട് ഈ കുളത്തിന്റെ ഈ ഒരു കനാലിന്റെ നടുവിൽ ഒരു ഗേറ്റ് ഉണ്ടെന്ന് നോക്കുക. ആ ഗേറ്റ് കുളത്തിന്റെ മാത്രം ഗേറ്റ് ആണോ? അല്ല. ചാനലിന്റെ ഈ കനാലിന്റെ മാത്രം ഗേറ്റ് ആണോ? അല്ല. രണ്ടുപേരും ഷെയർ ചെയ്യുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അത് ഇല്ല. മനസ്സിലായില്ല. മനസ്സിലായില്ല. ഞാൻ വീണ്ടും വൈറ്റ് ബോർഡ് ഉപയോഗിക്കാൻ പോവാണ് കേട്ടോ. നിങ്ങൾ എന്നെ വൈറ്റ് ബോർഡ് ഉപയോഗിക്കാൻ പഠിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ. നോക്കുക,
നമ്മള് വയലുകള് എങ്ങനെ പറയാ ഇങ്ങനെ കുറെ വയലുകളുടെ ഇടയിൽ കൂടി ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറില്ലേ, കനാലുകൾ പരസ്പരം കണക്ട് ചെയ്ത് പോകുന്നതൊക്കെ ഇങ്ങനെ ഇല്ലേ, വയലിന്റെ ഇടയിൽ കൂടി ഉണ്ടാ വെള്ളം പോകുന്ന റൂട്ട് ഉണ്ടാവൂലേ? ഹലോ, കാണുന്നില്ലേ? ഇല്ല, ഇങ്ങനെയൊക്കെ റൂട്ട് ഉണ്ടാവും. ഇതിന്റെ അവിടെ എന്തുണ്ടെന്നാ പറയുന്നത്? ചെറിയൊരു വെള്ളത്തിന്റെ ഒരു റിസർവോയർ, അതായത് ഒരു കുഴി പണിത് വെച്ചിട്ടുണ്ടെന്നാ പറയണ പണ്ടുള്ള ആൾക്കാര്. ഈ കുഴി എന്തിനാണ്? ഇങ്ങനെ വന്നിട്ട് ഇതിൽ വെള്ളം കൂടി കഴിയുമ്പോ ഇത് പൊങ്ങി വന്ന് കൃഷി സ്ഥലത്ത് വരാതെ നേരെ ഇതിലേക്ക് ഒഴുകി വീഴണം. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞ് വേനലായി വെള്ളം കിട്ടാണ്ടാവുമ്പോ ഇതിൽ നിന്ന് നമുക്ക് വെള്ളം എടുത്തിട്ട് കൃഷി സ്ഥലത്തേക്ക് കൊടുക്കാം. ഈ കൃഷി സ്ഥലം എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഓർഗാനായിട്ട് കണക്കാക്കാം നമുക്ക്. മനസ്സിലായോ? ഇത് നമ്മളുടെ ചാനലായിട്ട് കണക്കാക്കാം. അപ്പൊ ഈ വെള്ളക്കെട്ടിനോട് ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടെന്നാ ഞാൻ പറയണത്. മനസ്സിലായ? അപ്പൊ ഇത് റെൻ ആണെങ്കിൽ ഈ ഗേറ്റ് LU7 ആണെന്നാ ഞാൻ പറയുന്നത്. മനസ്സിലായ? ഒരു മാസ്റ്റർ പോയിന്റ് ഉണ്ടാവും എല്ലാ എക്സ്ട്രാ ഓർഡിനറി ചാനലിനും. ക്ലിയർ ആയ? ഈ ഗേറ്റ് എന്ന് പറയുന്നത് വേറെ ചാനൽ വന്നിട്ട് ഇതിനോട് കണക്ട് ആണ്. അതിപ്പോ വേറൊരു റിസർവോയർ ഉണ്ട്, അതിലേക്ക് കണക്ട് ആകുമ്പോൾ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടാവും, ഇതിനൊരു ഗേറ്റ് ഉണ്ടാവും, പ്രധാനപ്പെട്ട ഒരു ഗേറ്റ് ഉണ്ടാവും. എന്നാൽ ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാൻ വേറൊരു ചാനൽ ഇങ്ങനെ പോകുന്നുണ്ടാവും. മനസ്സിലായ? പരസ്പരം കണക്റ്റഡ് ആണ്. ഞാൻ വരച്ചു വന്നപ്പോ കൊളായിപ്പോയി. എങ്ങനെ ഇത് ക്ലോസ് ചെയ്യും? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ. നിഷ മാഡത്തിന് ക്ലിയർ ആയ? നിഷ മാഡം ഒക്കെ എപ്പോഴാ ജോയിൻ ആയത്? ഞാൻ കണ്ടില്ലല്ലോ ഇവരൊന്നും. നിങ്ങളൊന്നും എനിക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ക്യാമറ ഒന്നും ഓൺ ആക്കിയില്ലല്ലോ. ക്ലാസ്സിൽ എപ്പോഴാ കയറിയത് നിങ്ങള്? ക്ലാസ്സിലെ 8 മണിയായിട്ട്